നമ്മൾക്കുള്ളിലെ ശത്രുവിനെ എങ്ങനെ നേരിടാം? സി ഇത് കേൾക്കുന്ന സമയത്ത് അധികം ആളുകൾ വിചാരിക്കും നമുക്കുള്ളിലൊരു ശത്രു. അതിനൊരു ചാൻസ് ഉണ്ടോ? ശത്രുക്കൾ പൊതുവെ ഉണ്ടാവര് നമുക്ക് പുറത്താണ്, അല്ലെങ്കിൽ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശത്രുക്കൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് എന്താണ്? നമ്മളെ പുറത്തെ ലോകത്താണ്. എക്സാക്ട്ലി അതിനേക്കാൾ ഏറ്റവും വലിയ ശത്രു, അല്ലെങ്കിൽ ഏറ്റവും ഭീകരനായിട്ടുള്ള ശത്രു ഉള്ളത് നമ്മളുള്ളിലാണ്. അതുകൊണ്ടായിരിക്കാം ഈ വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ഈ നമ്മളോട് തന്നെയുള്ള യുദ്ധം, അതായത് സ്വയത്തോടുള്ള യുദ്ധമാണ് ഏറ്റവും വലിയ കഠിനമായിട്ടുള്ള യുദ്ധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കുള്ളിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു ശത്രു നമ്മളുടെ ഉള്ളിലുണ്ട്. ഈ ശത്രുവിനെ എങ്ങനെ നേരിടാൻ പറ്റും? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഒരൊറ്റമൂലി വെച്ചിട്ട്. സി നമ്മളെ ശത്രു എന്നുള്ളത് നമ്മളോട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക്. നമ്മളോട് തന്നെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇല്ല, അത് പോസിബിൾ ആവില്ല, ഇല്ലെങ്കിൽ അത് നടക്കൂല, ഇന്ന രീതിയിലായിരിക്കും അത് നടക്കുക, ഞാൻ എന്ത് ചെയ്താലും ഇന്ന രീതിയിലാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ആളുകൾ എന്നോട് ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുള്ളൂ, ആളുകൾ എന്നോട് ഇന്ന രീതിയിൽ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രം നമുക്കുള്ളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്കുള്ളിലെ ഏറ്റവും വലിയ ശത്രു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കുള്ളിൽ ഒരു ശത്രു എന്നുള്ളൊരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള നമ്മളെല്ലാ കാര്യങ്ങളിലേക്കും ലീഡ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ ശത്രു ഒരു ഏരിയയിൽ ഉണ്ട് എന്നുള്ളത് കൺസെപ്റ്റ് വെക്കുക. അതുപോലെ തന്നെ നമ്മളെ എക്സാക്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ട്രൂ സെൽഫും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒരു ഇമാജിനേഷൻ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോ ദിവസവും ഡയറി ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളെ തോട്ട്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇത് ആർക്കുള്ള ഭക്ഷണമാണെന്നതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. മീൻസ് നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടാണ്, അല്ലെങ്കിൽ ഉള്ളിൽ വരുന്ന തോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ നെഗറ്റീവ് ആയിക്കൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളെ ശത്രുവിനാണ്. അപ്പൊ ആ ശത്രു എന്ത് ചെയ്യും? നല്ല ആരോഗ്യവാനായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അതിനു പകരം നിങ്ങളെ ട്രൂ സെൽഫിന്, നിങ്ങളെ ബെസ്റ്റ് സെൽഫിനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളുമായിട്ട്, പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളെ ബെസ്റ്റ് സെൽഫിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിലൂടെ മെല്ലെ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കിനെ നമ്മൾ വക വെക്കാത്ത രീതിയിലൊരു ബിഹേവിയർ നമ്മൾ കൊണ്ടുവരുന്നതോട് കൂടി പതിയെ ശത്രു എന്ത് ചെയ്യും, നമ്മളെ വിട്ടിട്ട് തോറ്റി പിന്മാറി ഓടും എന്നുള്ളതാണ്. അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കിനെ നമ്മൾ കോൺഷ്യസ്ലി ബോധപൂർവ്വം എന്ത് ചെയ്യാം, പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.